കർണാടകയിലെ ഒരു ഉൾഗ്രാമത്തിലായിരുന്നു ഭോജരാജ് എന്ന ഈ 23 വയസ്സുകാരന്റെ താമസം. അമ്മയും അച്ഛനും 2 പെങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിലും നല്ലൊരു ജോലി ലഭിക്കാത്തത് കൊണ്ട് തന്നെ നാട്ടിൽ കൂലിവേലയൊക്കെ നടത്തിയായിരുന്നു അദ്ദേഹം ജീവിച്ചു പോന്നത്. അങ്ങനെ ഇരിക്കെയാണ് വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള നഴ്സിംഗ് വിദ്യാർത്ഥി കൂടിയായ നിർമ്മല എന്ന 21-കാരിയുമായി ഇയാൾ പ്രണയത്തിലാവുന്നത്. അവർ രണ്ടുപേരും അയൽവാസികളായതുകൊണ്ട് തന്നെ ഈ യുവാവിന്റെ മാന്യമായ സംസാര രീതി ഒക്കെയും തന്നെ നിർമ്മലയെ ഈ യുവാവിലേക്ക് അടുപ്പിച്ചു. അതനുസരിച്ച് അവരുടെ പ്രണയം ആർദ്രമായി. പിന്നീട് 2 വീട്ടുകാർക്കും പരസ്പരം അറിയുന്ന രീതിയിൽ ഒന്നിച്ച് ബൈക്കിലൊക്കെ സഞ്ചരിക്കുവാനും പലയിടത്തും ഒന്നിച്ച് തന്നെ പോകുവാനും ഇവർ ആരംഭിച്ചു. പക്ഷെ അങ്ങനെ ഇരിക്കെയാണ് ഈ നിർമ്മല എന്ന പെൺകുട്ടി പിന്നൊരാളുടെ പിറകിൽ ബൈക്കിലിരുന്ന് പോകുന്നത് ഭോജരാജുവിനെ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഈ പെൺകുട്ടി പിന്നൊരാളോടൊപ്പം ബൈക്കിൽ പോയത് ഒരിക്കലും തന്നെ ഭോജരാജുവിനെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് തൻ്റെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞത് മുമ്പും ഇവൾ മറ്റൊരാളോടൊപ്പം ബൈക്കിൽ പോകുന്നതൊക്കെയും തന്നെ കണ്ടിട്ടുണ്ടെന്ന രീതിയിലായിരുന്നു. ഇതൊക്കെ കേട്ടതോടുകൂടി അവളോടുണ്ടായിരുന്ന ദേഷ്യം സംശയത്തിലേക്ക് വഴിമാറുകയും ചെയ്യുന്നു. അതോടെ ഭോജരാജ് ഉറപ്പിക്കുന്നു ഈ പെൺകുട്ടി തന്നോട് മാത്രമല്ലാതെ മറ്റാളുകളുമായി പ്രണയബന്ധം സ്ഥാപിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഇവളുമായിട്ടുള്ള പ്രണയബന്ധം സാവധാനം കട്ട് ചെയ്യാനും തീരുമാനിക്കുന്നു. ആദ്യം അവൾ വിളിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുകയും പിന്നീട് മെസ്സേജുകളൊക്കെയും തന്നെ ബ്ലോക്ക് ചെയ്യുകയും പിന്നീട് കാണാൻ ശ്രമിച്ചാൽ അതിൽ നിന്നും എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ഒക്കെയും തന്നെ ഭോജരാജ് ചെയ്യുമായിരുന്നു. ഭോജരാജിൽ പെട്ടെന്നുണ്ടായ മാറ്റം നിർമ്മലയെ അത്ഭുതപ്പെടുത്തുകയും ഉടനെ തന്നെ അവൾ ഭോജരാജിന്റെ വീട്ടിലേക്ക് പോവുകയും മാതാപിതാക്കളോട് കാര്യം ചോദിക്കുകയും ചെയ്തു. എന്നാൽ അവർ പറഞ്ഞത് അവന് നിന്നെ ഇഷ്ടമല്ല എന്നും അതുകൊണ്ട് തന്നെ നീ അവനെ മറക്കണം എന്നും ആയിരുന്നു. പക്ഷേ താൻ ആ പയ്യനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ നിർമ്മലയ്ക്ക് അവനെ മറക്കാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീടും ഒരുപാട് തവണ ഭോജരാജുവിന് കോൾ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഒരിക്കൽ പോലും ഭോജരാജ് കോൾ അറ്റൻഡ് ചെയ്തില്ല. ആയിടയ്ക്ക് തന്നെ ഭോജരാജുവിന്റെ മാതാപിതാക്കൾ അവന് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടെത്തുകയും ഉടനെ തന്നെ അവരുടെ വിവാഹം നടത്തുകയും ചെയ്യുന്നു. വിവാഹ വിവരമറിഞ്ഞ് സങ്കടപ്പെട്ട നിർമ്മല വിവാഹ ദിവസം തന്നെ ഭോജരാജുവിന്റെ വീട്ടിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇവൻ എന്നെ ചതിച്ചതാണെന്ന രീതിയിൽ ആ പെൺകുട്ടിയുടെ മുമ്പിലൊക്കെയും തന്നെ സംസാരിക്കുകയും ചെയ്യുന്നു. പക്ഷേ എല്ലാ പ്രശ്നങ്ങൾക്കും നടുവിലൂടെ അവരുടെ വിവാഹം കഴിയുകയും ഭോജരാജുവും ഭാര്യയും സ്വന്തം വീട്ടിൽ തന്നെ താമസമാക്കുകയും ചെയ്യുന്നു. പക്ഷേ തന്റെ കാമുകനെ ഒരിക്കലും മറക്കാൻ പറ്റാതിരുന്ന നിർമ്മല ഭോജരാജുവിന്റെ വീട്ടിലേക്ക് പോവുകയും അയാളുടെ പുതിയ വൈഫുമായി അടികൂടുകയും പലതരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. എല്ലാ ദിവസവും ഇത് തന്നെ കണ്ടുമടുത്ത ഭോജരാജുവിന്റെ ഭാര്യ വീട്ടിൽ നിന്നും പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോവുകയും അച്ഛനോടും അമ്മയോടും കാര്യം പറഞ്ഞ് ഇനി ഞാൻ അവിടെ പോകുന്നില്ല എന്ന രീതിയിൽ പറയുകയും ചെയ്യുന്നു. അനുനയിപ്പിച്ച് തിരിച്ചു വിളിക്കാൻ ശ്രമിച്ച ഭോജരാജുവിനെയും മാതാപിതാക്കളെയും അവിടെ നിന്ന് അപമാനിച്ചും തിരിച്ചയക്കുന്നു. എല്ലായിടത്തും അപമാനിതനായത് കൊണ്ട് തന്നെ നിർമ്മലയോട് തീർത്താൽ തീരാത്ത പകയും ഭോജരാജുവിന് വരുന്നു. സ്വന്തം വീട്ടിലെത്തിയ ആ പയ്യൻ വലിയൊരു കത്തിയെടുത്ത് നിർമ്മലയുടെ വീട്ടിലെത്തുകയും അവളെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി അവളുടെ തല തന്നെ ആഞ്ഞു വെട്ടുകയും ചെയ്യുന്നു. അതിനുശേഷം തലഭാഗം മാത്രം കയ്യിലും പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് നടക്കുന്നു. പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിനോട് നടന്ന കാര്യങ്ങളൊക്കെയും തന്നെ വിളിച്ചു പറയുന്നു. ചോരയിൽ കുളിച്ചു നിന്ന അവനെ പോലീസുകാർ പുറത്തു നിർത്തിയതിനു ശേഷം ബക്കറ്റിൽ വെള്ളമെടുത്ത് അവന്റെ തലയിലേക്ക് ഒഴിക്കുന്ന വീഡിയോ അടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. എന്തു തന്നെയായാലും ഈ കേസിൽ വിധിയൊന്നും വന്നില്ല എങ്കിലും ഇപ്പോഴും ഭോജരാജ് ഇതിന്റെ പേരിൽ ജയിലിൽ തന്നെയാണ് ഉള്ളത്. ഒരുപക്ഷെ കാമുകനെ ഒരുപാട് സ്നേഹിച്ച പെൺകുട്ടി മറ്റൊരാളോടൊപ്പം ബൈക്കിലിരുന്ന് പോയത് എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കാം. അതുകൊണ്ട് തന്നെ സംശയരോഗിയായ യുവാവിനെ സംബന്ധിച്ചിടത്തോളം അവൾ പിഴച്ചവളായി തോന്നുകയും അതുകൊണ്ട് തന്നെ അവളെ ഒഴിവാക്കുകയും ചെയ്തു. പക്ഷേ തന്റെ കാമുകനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭോജരാജു എന്ന ഈ ചെറുപ്പക്കാരനെ മറക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംഭവിച്ചത് 2 പേരുടെ ജീവിതവും അപകടത്തിലായി. ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒരാൾ ജയിലിലാവുകയും ചെയ്തു.